നല്ല രസമുള്ള ഒരു സാരി അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇത് ഗൗരി ചേച്ചി ഉടുക്കാൻ വേണ്ടി മാറ്റി വെച്ച ഒരു സാരിയാ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പാറ്റേൺ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഒക്കെ നമ്മൾ കേരള കോട്ടണിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ശരിക്കും ബഗൽപൂരി ലിനനിലാട്ടോ വന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓണത്തിനൊക്കെ നമുക്ക് അധികം എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ ഒരു അടിപൊളി ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സാരിയാണ്. ഇത് മംഗൾഗിരി ബോർഡർ ഡീറ്റെയിലിങ്ങോട് വന്നിട്ടുള്ള ഒരു സാരി. അതിലും ഒരു ടെമ്പിൾ ഡീറ്റെയിലിംഗ് ആട്ടോ വന്നേക്കുന്നത്. ബോർഡറിന് നല്ല രസമുണ്ട്. ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു സാരി. ഇപ്പം നമുക്ക് ഓണത്തിനല്ല ഏതൊരു ഒക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു വെഡ്ഡിങ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി. ഇപ്പം ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് റണ്ണിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത്. വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ഇല്ല, ഞാൻ വെയർ ചെയ്തേക്കുന്നത് BM16 എന്ന കോഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു ബ്ലൗസ് പീസ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 999 ആട്ടോ. നമുക്ക് ഇതിപ്പോൾ വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കൂടി ഒരു നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു ബ്ലൗസ് ഡിസൈനാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സാരി വാങ്ങിയിട്ട് ഈ ഒരു ബ്ലൗസിൻ്റെ ഇതെല്ലാം ഒത്തിരി ബ്ലൗസ് കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ. ഓണത്തിന് പറ്റിയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ ഡിസൈൻ ചെയ്തതാണെങ്കിലും ഇല്ലാത്തതാണോ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒത്തിരി ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 1269 ആട്ടോ. അപ്പം കോളേജിലൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു സാരി. അപ്പം NH226 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ശരി. ക്ലാസിക് ആയിട്ടുള്ള പോയിന്റ് എംബ്രോയിഡറി പാറ്റേൺ ഇൻ പേസ്റ്റൽ ഷെയ്ഡ്സ് ഓൺ ടസർകോട്ട ഫാബ്രിക്. അപ്പോൾ നമുക്ക് ഇന്ന് കാണുന്നതെല്ലാം നല്ല ഭംഗിയുള്ള ക്ലാസിക് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമുക്കത് ഒരു ന്യൂ ട്രെൻഡിനെക്കാട്ടിലും നമുക്കതിനകത്ത് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള പീസസ് ആണ്. നമുക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന ആൻഡ് പ്രിട്ടി ആയിട്ടുള്ള 4 ഷെയ്ഡ്സിലും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാവൻഡർ, ഓഫ് വൈറ്റ്, പീച്ച് ആൻഡ് പേസ്റ്റൽ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാമൻ ഏരിയയിൽ പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വിത്ത് ലൈറ്റ് ഗ്രീനിൻ്റെ തന്നെ 2 ലൈറ്റ് ഷെയ്ഡ്സിലാണ് അതിൻ്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ചിനോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു എംബ്രോയിഡറി ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ പോയിൻ്റ് എംബ്രോയിഡറി ഔട്ട്ലൈനിൽ സാറ്റിൻ സ്റ്റിച്ചസ് വെച്ചിട്ടുള്ള കോമ്പിനേഷനാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ലാവൻഡർ ഷെയ്ഡിലാണ് ഫസ്റ്റ് ലുക്ക്. സെയിം എംബ്രോയിഡറി തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത്. ഫുൾ ആ ഒരു സെയിം എംബ്രോയിഡറി ലുക്ക്. ദാമൻ ഏരിയ മാത്രം കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗ് അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. ആൻഡ് ബാക്ക് പാനൽ എല്ലാത്തിൻ്റെ അകത്തും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് സ്ലീവ് വരുമ്പോഴൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ലുക്ക് തന്നെയായിരിക്കും വരുന്നത്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത് നമുക്ക് ഇഷ്യൂ അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ദാമൻ ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് അത് സ്ലീവ് കൊടുക്കണമെങ്കിലും കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് അപ് ടു അസ്. ആൻഡ് ഇതാണ് എൻ്റെ ബോട്ടം. സെയിം ഷെയ്ഡ് തന്നെയാണ് ബോട്ടത്തിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദുപ്പട്ട വന്നിട്ട് ചിനോൺ. ഇത് SBS 905 ആണ്. 5019 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. എല്ലാം സെയിം വർക്ക് തന്നെയാണ്. ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന അതിൻ്റെ കളർ എങ്ങനെ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഓഫ് വൈറ്റ് ആണ്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാം ആ ഒരു പേൾസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എസ്തെറ്റിക്സ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരിക. ഇതാണ് എൻ്റെ പീച്ച് ഷെയ്ഡ്. ദിസ് ഇസ് ദി ടോപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സായിട്ട് പിടിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ അപ്പോൾ ഇതിനകത്ത് സ്കാലപ്സ് വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് സ്കാലപ്പായിട്ട് ഫിനിഷ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ആൻഡ് ഭയങ്കര സുഖമാണ്. ചിനോൺ ആയതുകൊണ്ട് ക്യാരി ചെയ്യാൻ ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. അതാണ് എൻ്റെ പീച്ച് ഷെയ്ഡ്. ആൻഡ് നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഷിഫോൺസും എക്സ്പെൻസീവ് ഫാബ്രിക്സിനകത്തോട്ട് വരുമ്പോൾ ചിനോണും ആയിരിക്കും മിക്കതിൻ്റെ അകത്തും കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് പ്രിഫർ ചെയ്യും. നമ്മളത് വേറെ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തുമില്ല. അത് നമുക്കൊരു എക്സ്ട്രാ വെയിറ്റ് ഒന്നുമല്ല. അതിങ്ങനെ അതിൻ്റെ ഒരു ഭംഗിക്ക് അതിൻ്റെ ആ ഒരു സൽവാർ സെറ്റ്സിൻ്റെ ഒരു
ഭംഗിയാണ് ദുപ്പട്ടാസ്. അപ്പോൾ ആ ഒരു ഭംഗിക്ക് എങ്ങനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡീറ്റെയിലിംഗ് ആണ്. വിത്തൗട്ട് ദുപ്പട്ടയാണെങ്കിലും നമുക്കിതൊക്കെ ആക്ച്വലി വെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മളിപ്പോൾ കംഫർട്ടബിളാണ്, വിത്തൗട്ട് ദുപ്പട്ട കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ദുപ്പട്ട ആണെങ്കിലും few days you can go with the dupatta, few days, some other days you can just skip the dupatta. It's up to us. ആണ് എൻ്റെ പിസ്ത ഗ്രീൻ, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കളേഴ്സിലായിരുന്നു. SBS 905 ആൻഡ് പ്രൈസ്ഡ് അറ്റ് 5000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ, അത് നല്ലൊരു പ്രൈസ് റേഞ്ച്, അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. 5019 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളൂ. ചെക്ക് ഇറ്റ് ഔട്ട്. ടസർ കോട്ടയ്ക്കകത്ത് നമുക്ക് 2 ലുക്കാണ്. രണ്ടിനകത്തും ഫ്ലോറൽസ് വരുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഒരെണ്ണം എനിക്ക് കുറച്ച് കൂടുതലൊരു ചെറിയ ഡിഫറൻസ് ഒക്കെ തോന്നുന്നത്, ബിക്കോസ് വി ഹാവ് പ്രിറ്റി ബട്ടർഫ്ലൈസ് ഇൻ ഇറ്റ്. നല്ല രസമായിട്ടാണ് ആ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ അതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടോപ്പിലും വന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലോവർ ഹെമ്മിൽ കളേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈനും കൂടെ ചേർന്ന് വന്നിരിക്കുന്ന ലുക്കാണ്. 2 ഡിസൈനാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. രണ്ടിനകത്തും ചിനോണിൻ്റെ ദുപ്പട്ട വിത്ത് എംബ്രോയിഡറി സ്കാറ്റർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് SBS 930 ആണ് അത് ഈ ഒരു ഫസ്റ്റ് ലുക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഷെയ്ഡ്സാണ്, ഒരു 3 ഷെയ്ഡ്സാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പിങ്കും ഓഫ് വൈറ്റും പിന്നെ ഈ ഒരു പീച്ച് ടോണും കൂടെ ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിൻ്റെ ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ലോ പോർഷനിൽ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ഫ്ലോറൽസിൻ്റെ കൂടെ തന്നെ ബട്ടർഫ്ലൈ ലുക്കും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് ത്രെഡിൻ്റെ വന്നിട്ടുള്ള ഒരു ഔട്ട്ലൈൻഡ് എംബ്രോയിഡറി ലുക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വെരി പ്രിറ്റി ദുപ്പട്ട. ആൻഡ് ഇതിനകത്ത് സറ്റൂൺ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ, 2 കളർ കോമ്പിനേഷൻസും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. Satin bottom and this is the look. ഇതാണ് ടോപ്പിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ, അല്ല എംബ്രോയിഡറിക്കകത്ത് വന്നിരിക്കുന്നതൊക്കെ സെയിം കളേഴ്സ് തന്നെയാണ്. SBSൻ്റെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആണ് എൻ്റെ പിങ്കിൻ്റെ ലുക്ക് വരുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ടു ഓഫ് വൈറ്റ് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ആ ഒരു ഡിസൈനിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. എനിക്കൊന്ന് ബട്ടർഫ്ലൈസും വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഓഫ് വൈറ്റ് സറ്റൂൺ ബോട്ടം ആൻഡ് വിത്ത് ചിനോൺ ദുപ്പട്ട. എനിക്കിതിൻ്റെ നെക്ക് ലൈൻസൊക്കെ നമുക്ക് ഒരുപാടൊന്നും ചെയ്യാതെ സിമ്പിളായിട്ടുള്ള നമുക്ക് നമ്മളുടെ ഫേസിന് ചേരുന്ന ഒരു നെക്ക് ലൈൻ. അപ്പോൾ ചിലർക്ക് റൗണ്ട് നെക്ക് ആയിരിക്കും കൂടുതൽ സൂട്ടബിൾ. ഓരോരുത്തരുടെ നെക്ക് ഷേപ്പൊക്കെ വെച്ചിട്ട് വി നെക്കും ഒക്കെ അതിനകത്ത് നമുക്ക് അങ്ങനെയുള്ള ഡിഫറൻസസ് വരുമല്ലോ. ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് സോ പ്രിറ്റി. ആൻഡ് SBS 730 ആണ് ഇതിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ 3 കളേഴ്സായിരുന്നു. ഇനി നമുക്ക് അടുത്ത ലുക്കും കൂടി കാണാം. ഇത് ഓഫ് വൈറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഡ്രേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഷെയ്ഡും കൂടിയാണ് വരുന്നത്. ഇത് നല്ല രസമുള്ള ഒരു ബ്ലൂ പീച്ച് ആൻഡ് ഡാർക്ക് പീച്ചിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വിത്ത് ഒലിവിൻ്റെ ടിൻസും ബേജും ഒക്കെയാണ് അത് ആ ഒരു കളേഴ്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പർ പോർഷനിലോട്ട് കുഞ്ഞു കുഞ്ഞു സ്കാറ്ററും ലോ പോർഷനത്തിലോട്ട് ഒരു ഫ്ലോറൽ ബഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് പിന്നെ ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ഇസ് വെരി പ്രിറ്റി. ഇപ്പോൾ SBS 933 ആണ് ഇതിൻ്റെ കോഡ് വരുന്നത്. ലോ പോർഷനിലോട്ട് ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ഒരു മോട്ടീവ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ലുക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. സെയിം പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് സെക്കൻഡ് ടോൺ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. എല്ലാത്തിനകത്തും ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ലുക്ക് സ്ലീവ്സും ഒക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ്സ് ആയിരിക്കും വരിക. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ടയിലും ടോപ്പിലും വന്നിരിക്കുന്ന ഫ്ലോറൽ സ്കാറ്റർ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 ഡിഫറെൻറ്റ് കോഡ്സിനകത്ത് 2 ഡിഫറെൻറ്റ് ഡിസൈൻ, പക്ഷേ ആ ഒരു സിമിലാരിറ്റി ഇൻ ലുക്ക് വെച്ചിട്ടാണ് ആ ഒരു എംബ്രോയിഡേഡ് ഫ്ലോറൽസ്. പിന്നെ ആ ഒരു ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ആ ഒരു ലൈറ്റ് സ്കാറ്റർ, ഒന്നിൻ്റെ അകത്ത് ഫ്ലോറൽസും ഒന്നിൻ്റെ അകത്ത് ബട്ടർഫ്ലൈസും ആയിരുന്നു. ചെക്ക് ഇറ്റ് ഔട്ട്.